നമസ്കാരം, വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. ISL ഫൈനലിൽ ബാംഗ്ലൂർ FCയും മോഹൻ ബഗാനും എത്തിയിട്ടുണ്ട്. 12-ാം തീയതിയാണ് ഫൈനൽ. എന്തായാലും ISL ലീഗ് മത്സരങ്ങളിൽ റഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സെമി ഫൈനലിലും അതിൻ്റെ ഒരു തെറ്റായ തീരുമാനങ്ങളും അത് BFCക്കും മോഹൻ ബഗാനും അതിൻ്റെ ആനുകൂല്യങ്ങൾ തീർച്ചയായും അവർക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റു ടീമുകൾക്ക് അത് ഗോവയ്ക്കായാലും JFCക്കായാലും അത് പ്രതികൂലമായും ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞ മത്സരം. അധികം ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു റഫറിയുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റായ തീരുമാനങ്ങൾ എന്തായാലും ഈ രണ്ട് ടീമിനും, ബാംഗ്ലൂരിനാണെങ്കിലും മോഹൻ ബഗാനാണെങ്കിലും അതിൻ്റെ ആനുകൂല്യം അവർക്ക് ചെറിയ രീതിയിലാണെങ്കിലും കിട്ടിയിട്ടുണ്ട്. എന്തായാലും BFC ആയാലും മോഹൻ ബഗാനായാലും ISLൽ റഫറിമാരുടെ അവരുടെ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ അവരുടെ ആനുകൂല്യം ഇവർക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്, ഏതൊരു ടീമിനേക്കാളും എന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിഞ്ഞതുമാണ്. ഇപ്പോൾ BFCക്കായാലും മോഹൻ ബഗാനായാലും അവർക്ക് എതിരെ വരുമ്പോൾ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും റഫറിക്ക് സാധിക്കുന്നുണ്ട്. അവർ തോൽവിയുടെ വക്കിൽ നിൽക്കുമ്പോൾ മറ്റു ടീമുകൾക്കെതിരെ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഇവർക്ക് അനുകൂലമായും വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞുണ്ട്. പ്രത്യേകിച്ച് സെമി ഫൈനൽ, ലീഗിൽ പോട്ടെന്ന് വയ്ക്കാം, സെമി ഫൈനലിലൊക്കെ ഇത്തരമൊരു തീരുമാനം വന്നത് ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ എന്തായാലും അതൊരു ചെറിയ രീതിയിൽ അങ്ങനെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഓഫ് സൈഡ് വിളിക്കുക, പെനാൽറ്റി കൊടുക്കാതിരിക്കുക, അത്തരം കാര്യങ്ങളെല്ലാം ആണ് പ്രത്യേകിച്ച് കാണാൻ കഴിഞ്ഞത്. ഗോവ BFC രണ്ടാം ഭാഗത്തിൽ FC ഗോവയുടെ ക്ലിയർ ആയ ഒരു ഗോളാണ് അവർ അനുവദിച്ചില്ല, ഓഫ് സൈഡ് വിളിച്ചു. അത് ഓഫ് സൈഡല്ല, ക്ലിയർ ഗോൾ തന്നെയാണ്. നല്ലൊരു മൂവ്മെൻറ്റാണ് അതിനെ ഓഫ് സൈഡ് വിളിച്ച് ഗോൾ അനുവദിക്കാതിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതേ മത്സരത്തിൽ തന്നെ അവർക്ക് കിട്ടേണ്ട ക്ലിയർ പെനാൽറ്റി അതൊരു ഫ്രീ കിക്ക് മാത്രമാണ് അനുവദിച്ചത്. പക്ഷെ അത് ഫ്രീ കിക്കാണെങ്കിലും നല്ലൊരു ഗോളാക്കി മാറ്റിയത് കൊണ്ട് അവർക്ക് ആശ്വസിക്കാം. എന്തായാലും രണ്ടാം ഭാഗത്തിൽ അവർ നന്നായി കളിച്ചിട്ടുണ്ട്. FC ഗോവ അവർ വിജയിക്കാനായി നല്ല രീതിയിൽ തന്നെ അവർ മാച്ച് ഫുള്ളായും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടെങ്കിലും റഫറിയുടെ ഈ തെറ്റായ തീരുമാനം അവർക്കൊരു ഗോള് കിട്ടേണ്ടത് കിട്ടിയില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ കളി ചിലപ്പോൾ മാറ്റിമറിച്ചേനെ. അത് ഈ ഒരു BFC ഗോവ തമ്മിലുള്ള മത്സരത്തിലാണ്. അടുത്തത് മോഹൻ ബഗാനാണ്. JFC ആദ്യ പാദത്തിൽ അവർ JFC ജയിക്കുന്നു. രണ്ടാമത്തെ മാച്ചിൽ ആദ്യ പാദം വിജയിച്ച മാച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ JFCയുടെ അവരുടെ നല്ല പ്ലെയർ തന്നെയാണ് അവരുടെ വിജയത്തിന് നിർണായക പങ്കുവഹിച്ച സ്റ്റീഫൻ എസ് ഡിഫൻഡർ യെല്ലോ കാർഡ് കാണുന്നു. അടുത്ത മത്സരത്തിൽ കളിക്കാൻ പറ്റാതായിരുന്നു. അത് മാച്ച് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന് കാർഡ് കിട്ടിയത്. മക്ലാരൻ കൈ നീട്ടി അത് തട്ടി മാറ്റി. ഇതാണ് ഒരു റീസൺ. എന്തായാലും അപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് എന്തായാലും JFC അടുത്ത കളി ജയിക്കില്ല. എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പോരാട്ട വീര്യം മുന്നേറ്റത്തിലായാലും ഡിഫൻസിലായാലും JFCക്ക് നല്ല രീതിയിൽ തന്നെ അത് ഗുണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇല്ലെങ്കിൽ അത് പ്രതികൂലമായി ബാധിക്കും. അത് തന്നെ സംഭവിച്ചു. എന്തായാലും JFC അദ്ദേഹം ഇല്ലെങ്കിലും അവസാന സമയം വരെ പൊരുതി തലയുയർത്തി തന്നെ തോറ്റാലും മടങ്ങി. അത് JFCക്കായാലും ഖാലിദ് ജമീലിനും അഭിമാനിക്കാം. എന്തായാലും സ്റ്റീഫൻ എസ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അറ്റാക്കിലും കുറച്ചുകൂടി കൂടുതൽ ആദ്യ ഭാഗത്തിൽ കളിച്ച പോലെ അറ്റാക്കും ഡിഫൻസും ഒരു അനുപാതത്തിൽ കൊണ്ടുപോയി വിജയിക്കാനുള്ള ഒരു ചാൻസ് കൂടി അവർക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭാവം ശരിക്കും അവർക്ക് അറ്റാക്കിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. മുഴുനീളെ ഡിഫൻസ് മാത്രം ചെയ്ത് ബോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കാൻ മാത്രമായി JFCയുടെ ഇത്. അത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല അറ്റാക്ക് ഉണ്ടാകാനും കളി മാറ്റാനും സാധിക്കാനും. എന്തായാലും അദ്ദേഹം പുറത്തായത് ടീമിനെ പ്രതികൂലമായി ബാധിച്ചു. ഇങ്ങനെ രണ്ട് ടീമിനും എതിരായി ഉള്ള തെറ്റായ തീരുമാനങ്ങൾ സെമി ഫൈനലിലും കാണാൻ കഴിഞ്ഞു. ഈ ഫൈനലിൽ എന്തായാലും റഫറിമാരുടെ രണ്ട് പ്രിയപ്പെട്ട ടീമാണ് എത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ കൃത്യമായ മിസ്റ്റേക്കൊന്നും വരാതെ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന റഫറിയെ എന്തായാലും ഫൈനലിൽ നമുക്ക് കാണാം. എന്തായാലും രണ്ട് ടീമും അവർക്ക് പ്രിയപ്പെട്ട ടീം തന്നെയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ നല്ല തീരുമാനങ്ങൾ അവരെടുക്കും. നല്ല റഫറിമാരുടെ കൃത്യമായ ഡിസിഷൻ എടുക്കുന്ന ഇന്ത്യൻ റഫറിമാരെ നമുക്ക് ഫൈനലിൽ കാണാനും സാധിക്കും.